സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അമ്മയെ വെറുത്തിട്ടുണ്ട്, ദേഷ്യത്തോടെ സംസാരിച്ചിട്ടുണ്ട്, ഒരമ്മയോട് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ, ഒരിക്കലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ ആഗ്രഹമുണ്ട് എനിക്ക് ഒന്ന് ചേർത്ത് പിടിക്കാനും അമ്മയെന്ന് വിളിക്കാൻ. തൽക്കാലം നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം. റോഷനെ ജയിക്കണമെങ്കിൽ നമുക്ക് അഭിനയിക്കേണ്ടിയിരിക്കുന്നു. അമ്മ എന്നോട് ക്ഷമിക്കണം. നൊന്തുപെറ്റ അമ്മ ആരെന്നറിയാതെ വളർന്നു. ചൂണ്ടിക്കാണിക്കാൻ അച്ഛൻ ആരാണെന്നറിയില്ല. ഒരു പാഴ്ജന്മമായ ഞാൻ എന്തിനി ജീവിക്കണം? ആർക്കു വേണ്ടി? വേണ്ട, ഇനിയൊരു വിഡ്ഢിയായി റോഷ്നി ഭൂമിയിൽ വേണ്ട.
ഏട്ടാ, ഏട്ടനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ എഴുന്നേക്ക്. എല്ലാം തെറ്റിദ്ധാരണയാണ് ഏട്ടാ. ഏട്ടാ, എഴുന്നേക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എഴുന്നേക്ക് ഏട്ടാ. ഏട്ടാ, 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 എന്താ പറ്റി? ഏട്ടാ, കണ്ണുറക്ക്. ഏട്ടാ, 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 കണ്ണുറക്ക്. ഏട്ടാ, എഴുന്നേക്ക്. ഏട്ടാ, എന്താ പറ്റി? ഏട്ടാ, എഴുന്നേക്ക്. എന്താ ഇത്? ഏട്ടാ, ഏട്ടാ. ഏട്ടനിത് എവിടെ പോയി? ഏട്ടാ, ഏട്ടാ, എന്താടാ, നീ ഏട്ടനുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ? അതിന്റെ ആവശ്യമില്ല, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏട്ടനവിടെ പോയി? ഇന്നത്തെ രാത്രി അവൻ ഉറങ്ങാൻ കഴിയൂ രാഹുൽ? പുറത്ത് എവിടെയെങ്കിലും കാണും. കീർത്തി അവന് വേണ്ടി ആലോചിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് അവന്റെ മുഖത്ത് ഇത്തിരിയെങ്കിലും ആശ്വാസം കണ്ടത്. കീർത്തിയെ നിനക്ക് വേണ്ടി ആലോചിക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോ അവൻ പറയാ കീർത്തിയും രാഹുലും തമ്മിൽ ഇഷ്ടത്തിലല്ലേന്ന്. അനുപമയ്ക്കുണ്ടായിരുന്ന സംശയം അവനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു രാഹുലിനോട് ഞാൻ സംസാരിച്ചു, അങ്ങനെയൊന്നുമില്ലെന്ന് അവൻ പറഞ്ഞു. അപ്പോഴാ കണ്ണുകളിലെ സന്തോഷം അതൊന്ന് കാണേണ്ടതായിരുന്നു. എന്താ രണ്ടുപേരും കൂടെ? നമ്മളൊരു തീരുമാനം എടുത്തിരുന്നല്ലോ, അത് നിന്നോട് പറയാനാണ് ഇവൻ വന്നത്. എല്ലാം മുത്തശ്ശൻ പറഞ്ഞു അല്ലേ? അതെ. നിന്റെ കെട്ടൊക്കെ മാറിയോടാ. സന്തോഷം വന്ന ഫിറ്റാകൂടാ രാഹുലേ? ആ പിന്നെ നാളെ കീർത്തിയോട് ഈ കാര്യം രാഹുൽ തന്നെ പറയും. നിന്റെ ഏട്ടന് വേണ്ടി കീർത്തിയോട് എല്ലാ കാര്യങ്ങളും പറയേണ്ട ചുമതല നിനക്കാണ്. നീ അവളോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ അവളുടെ വീട്ടിൽ പോകും, വിവാഹ തീയതി ഉറപ്പിക്കും. അല്ലേ റോഷൻ? അതെ. എന്നാ പിന്നെ സന്തോഷത്തോടെ രണ്ടുപേരും പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ കാണാം. എന്താടാ? ഏട്ടാ, അത് രാഹുൽ, എന്റെ മനസ്സിൽ കീർത്തി ഉണ്ടായിരുന്നു. അവളോട് നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നു അറിഞ്ഞപ്പോഴാ ഞാൻ പിന്മാറിയത്. ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത്
നിങ്ങൾ പ്രണയത്തിലാന്ന. മുത്തശ്ശൻ പറഞ്ഞപ്പോ എനിക്കത് വിശ്വസിക്കാനായില്ല. ഏട്ടാ നിങ്ങൾ എനിക്കറിയാം, ഇപ്പൊ നിങ്ങൾ തമ്മിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ ധാരണയും തിരുത്തി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, നീ അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞോന്ന്. ഇല്ലെന്ന് നീ പറഞ്ഞു. നീ അവളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. അതല്ലേ ഇഷ്ടം തുറന്നു പറയാത്തെ? അത് പിന്നെ അതെ, അതുകൊണ്ട് തന്നെ എനിക്കറിയാം. പിന്നെ അവളും നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അവളുടെ മനസ്സിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അവളത് പറയുമായിരുന്നില്ലേ? കീർത്തി എനിക്ക് വിധിച്ച പെണ്ണ, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ച. അവൾക്കും എന്നെ ഇഷ്ടമാവും അല്ലേ? ഇല്ലെങ്കിലേ നീ അവളോട് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റണം. ഞാൻ അവളെ മറന്നതായിരുന്നു. ഇപ്പൊ എല്ലാവരും ചേർന്ന് വീണ്ടും എന്റെ മനസ്സിൽ ഇപ്പൊ അവള് മാത്രമേ ഉള്ളൂ. ആത്മഹത്യയുടെ വക്കിലാ ഞാൻ. അവളെന്റെ ജീവിതത്തിലേക്ക് വന്ന അതിൽ പരം സന്തോഷം എന്തുണ്ട്? ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. ഇനി അവൾ എന്നിലേക്ക് വന്നില്ലെങ്കിൽ ഈ റോഷൻ അങ്ങ് പോവും. ആർക്കും വേണ്ടാത്ത ഞാൻ അങ്ങ് പോവും. അങ്ങനെ ചിന്തിക്കേണ്ടതില്ലല്ലേ? കാരണം കീർത്തിയായിട്ട് സംസാരിക്കാൻ പോകുന്നത് നീയല്ലേ? നീ അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. ഞങ്ങളുടെ കെട്ട് നടത്തിയിട്ട് നീ ഇനി വിശ്രമിക്കൂ. അത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കരയുന്ന കാണുന്നത് നിനക്കിഷ്ടമല്ലല്ലോ. ഞാൻ ഈ ഭൂമുഖത്തുനിന്ന് ഇല്ലാതായ നിനക്കത് സഹിക്കാൻ പറ്റുമോ? ചെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങ്. നാളെ കാണാം. നാളെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ദിവസമായിരിക്കില്ലേ? സ്നേഹിച്ച പെണ്ണ് ജീവിതത്തിലേക്ക് വരുന്നതിൽ പരം വേറെ എന്തുണ്ട് രാഹുൽ? മുത്തശ്ശി. ആ നീയോ? നിനക്കെന്താടി ഈ വീട്ടിൽ കാര്യം? ആരോട് ചോദിച്ചിട്ടാടി എന്റെ വീടിനകത്ത് കയറിയത്? ഇറങ്ങി പൊടി വെളിയില്. ഇവിടേക്ക് താമസം മാറിയതിനു ശേഷം മനസ്സമാധാനത്തോടെയാ ജീവിക്കുന്നത്. അവിടെ ആവുമ്പോ രാവിലെ കണി കാണുന്നതേ നിന്റെ ആ മൂതേയും മുത്തശ്ശിയുടെ മോന്തയല്ലേ? എന്തിനാടി നീ വന്നത്? ചാരപ്പണിക്ക് പറഞ്ഞയച്ചാണോ നിന്നെ അവള്? എനിക്ക് എന്റെ ചേച്ചി ഒന്ന് കാണണമായിരുന്നു. ചേച്ചിയൊന്നും ഇവിടെ ഇല്ല. നീ പോകാൻ നോക്ക്. കീർത്തി ചേച്ചി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതാ കാണാൻ വന്നത്. അവളിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അവളെ നീ കാണണ്ട. മുത്തശ്ശി കള്ളം പറയാ. ചേച്ചി ഇവിടെ ഉണ്ട്. എനിക്ക് കണ്ടേ പറ്റൂ. എവിടെ പോന്നടി? അവിടുത്തെ നിന്റെ പല്ലി ഞാൻ താഴെയിടും. കീർത്തി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അവളും അവളുടെ അമ്മയും അമ്പലത്തിൽ പോയിരിക്കുക. എങ്കി വരട്ടെ. ഞാൻ ചേച്ചി കണ്ടിട്ടേ പോവുള്ളൂ. എഴുതാക്കടി.
എഴുന്നേക്കാൻ. എനിക്ക് ചേച്ചിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതിനു വേണ്ടിയാ ഞാൻ വന്നത്. രാഹുൽ സാറിന് എനിക്ക് ഇഷ്ടം. കീർത്തിയുടെ മനസ്സിലും അദ്ദേഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞപ്പോ ചേച്ചി ഒഴിഞ്ഞു മാറുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഒഴിഞ്ഞു മാറിയില്ല. രാഹുൽ സാറിനെ എനിക്ക് വിവാഹം കഴിക്കണം. എന്റെ ഇഷ്ടം ചേച്ചി എന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് വിവാഹത്തിന് സമ്മതിപ്പിക്കണം. ഓ, ഇത് പറയാനാണോ വന്നത്? എത്ര നല്ല നടക്കാത്ത സ്വപ്നം. എടി, രാഹുലും കീർത്തിയും ഇഷ്ടത്തിലാണ്. ഇതുവരെ അവരത് തുറന്നു പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. രണ്ടിനെയും പിടിച്ചു കെട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കലാവതിയെ കണ്ട് സംസാരിക്കാൻ ഇന്ന് തന്നെ സരസ്വതി പോകും. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയല്ലേ. അതിനു മുമ്പ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോയിരിക്കുക അമ്മയും മോളും. ഈ വിവാഹം നടക്കും മോളെ. രാഹുൽ സാറിനെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എങ്കി പോയി ചെയ്യടി. നീ ആത്മഹത്യ ചെയ്താ ഞങ്ങക്കെന്താ? നിന്ന് മോങ്ങാതെ ഇറങ്ങിപ്പോടി. ഇനി നീയെങ്ങാനും രാഹുലിനും കീർത്തിക്കും ഇടയിൽ വന്നാ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. കൊന്നുകളയും നിന്നെ ഞാൻ. റോഷ, നീ എന്താ കഴിക്കാത്തത്? എന്താ ആലോചിക്കുന്നേ? അയ്യോ, എന്തു പറ്റി? അല്ല, രാഹുൽ വന്നില്ലല്ലോ. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടേ? രാഹുൽ, രാഹുൽ ഇരിക്കുമോനെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക. ഞാൻ പിന്നെ ഇരിക്കാം. ഇരിക്കടാ അവിടെ. റോഷനി ഇന്ന് ഓഫീസിൽ പോകണ്ടോ അതോ മദ്യപിക്കാനാണോ വരുന്നത്? ഇന്നലെ സംഭവിച്ചത് സംഭവിച്ചു. അതൊരു ശീലമാക്കണ്ട നീ. ഇന്നലത്തെ മാനസികാവസ്ഥയിൽ കഴിച്ചതാ. ഇനി അതുണ്ടാവില്ല അല്ലേ റോഷ? ഇനി അവൻ മദ്യപിക്കില്ല. മദ്യപിച്ച അവന്റെ ചെവിക്ക് പിടിക്കണത് കീർത്തിയായിരിക്കും. കീർത്തിയോട് സംസാരിച്ചോ? ഇല്ല. എല്ലാം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ ആ കറി എടുത്ത്. ഞാൻ ഇന്നലെ രാഹുലിനോടും റോഷനോടും സംസാരിച്ചിരുന്നു. റോഷന് കീർത്തിയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്. ഓ, സമാധാനം. കീർത്തിയെ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കും. അതൊന്നും വേണ്ട. റോഷന് പെട്ടെന്ന് തന്നെ കല്യാണം വേണമെന്നുണ്ടെങ്കിലേ വേറെ പെണ്ണിനെ നോക്കാം. വേറൊരു പെണ്ണിനെ നോക്കിയിരുന്നല്ലോ, അവളിപ്പോ ജയിലില്ല. കീർത്തി എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. പറഞ്ഞത് കേട്ടല്ലോ. ഇനി അനുഭവം ഉണ്ടാണ്ടിരിക്കും. എനിക്ക് പറയാൻ ഒരു അവകാശമില്ലേ? റോഷൻ, നീ ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കിട്ടേണ്ടത്, അല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല. ഇളയമ പറയുന്നൊന്നും കാര്യാക്കണ്ട, നിങ്ങൾ അന്വേഷിക്കും. ആ, എങ്കിൽ നിങ്ങൾ തന്നെ എല്ലാരും തീരുമാനിക്ക. എന്റെ ആവശ്യമില്ലല്ലോ. ഇക്കാര്യത്തില് റോഷനേക്കാൾ കൂടുതൽ സന്തോഷം രാഹുലിനാ. ഇന്നലെ രാത്രി രാഹുലും റോഷനും ഏറെ സംസാരിച്ചു. കീർത്തിയും രാഹുലും നല്ല സുഹൃത്തുക്കളാണല്ലോ. റോഷന്റെയും കീർത്തിയുടെയും വിവാഹ കാര്യം രാഹുൽ തന്നെ കീർത്തിയോട് സംസാരിക്കട്ടെ. അതെ, അതാ നല്ലത്. അവൻ സംസാരിക്കാൻ നേറ്റു. ഇപ്പൊ തന്നെ അവൻ കീർത്തിയെ കാണാൻ പോകും. അല്ലേടാ മോനെ?